പാകിസ്ഥാനെതിരെ യുദ്ധഭീഷണിയുമായി താലിബാൻ. പാക് വ്യോമാക്രമണത്തിൽ 48 താലിബാൻ ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് താലിബാന്റെ യുദ്ധഭീഷണി. പാകിസ്ഥാനെതിരെ യുദ്ധഭീഷണിയുമായി താലിബാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഐസൻ ജോസ് ചേരും ആ റിപ്പോർട്ടിന് ശേഷം. പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിൽ താലിബാൻ വൻതോതിൽ ആക്രമണം നടത്തിയിരുന്നു. ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണമാണ് നടന്നത്. തെഹ്രീക്ക് താലിബാനാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചനകൾ. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ വ്യാപകമായി പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. 48 താലിബാൻ ഭീകരർ പാകിസ്ഥാൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനെതിരെ യുദ്ധഭീഷണിയുമായി താലിബാൻ രംഗത്തെത്തിയത്. 15,000-ഓളം ഭീകരരെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് അയച്ചിരിക്കുകയാണ് താലിബാൻ. ഖൈബർ പങ്ക്തുങ്ക്വ അതിർത്തിയിലെ മീർ അലിയിലേക്കാണ് താലിബാൻ സൈനിക വിന്യാസം നടത്തിയത്. നേരത്തെ താലിബാനെ സ്വീകാര്യത നേടിയെടുക്കുന്നതിന് പ്രയത്നിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. നിലവിൽ താലിബാൻ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. താലിബാന്റെയും ഹയാത്ത് തഹ്രീർ അൽ-ഷമിന്റെയും നിരോധനം നീക്കാൻ റഷ്യ നിയമം പാസാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യുദ്ധഭീഷണി എന്നതും ശ്രദ്ധേയം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, നമുക്കറിയാം 48 താലിബാൻ ഭീകരർ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനൊരു തിരിച്ചടി എന്ന നിലയിൽ ഒരു യുദ്ധം നടത്തുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ദേവിക, ഒരു യുദ്ധത്തിലേക്ക് തന്നെ താലിബാൻ നീങ്ങുമെന്ന സൂചനകൾ വളരെ കൃത്യമായി താലിബാൻ നൽകുകയാണ്. അതിനനുസരിച്ച് അവരുടെ ഭീകരവിന്യാസം അതിർത്തികളിൽ, അത് പാകിസ്ഥാൻ്റെ അതിർത്തികളിലെല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നു. ഖൈബർ പങ്ക്തുങ്ക്വയിലെ മീർ അലി മേഖലയിലേക്കെല്ലാം കൃത്യമായി 15,000-ഓളം ഇത്തരത്തിലെ സൈനിക വിന്യാസത്തിൻ്റെ രീതിയിൽ തന്നെ ഭീകരരെ വിന്യസിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള അമ്യൂണിഷനെല്ലാം തന്നെ അവിടെ ഒരുക്കി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു ആക്രമണത്തിലേക്ക് താലിബാൻ നീങ്ങുമെന്ന കൃത്യമായൊരു സൂചന തന്നെയാണ് നൽകുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഏത് തരത്തിലുള്ള ആക്രമണമാണ്, എപ്പോഴാണ് ഇത് സംബന്ധിച്ച ആക്രമണം തുടങ്ങി വയ്ക്കുക എന്നെല്ലാം സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി യുദ്ധഭീഷണി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം തന്നെയാണുള്ളത്. അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇതിന് പശ്ചാത്തലമുണ്ടായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന പല ഭീകരാക്രമണങ്ങളും പാകിസ്ഥാനിൽ നടക്കുകയുണ്ടായി. ആ പാകിസ്ഥാൻ പൗരന്മാരും അതുപോലെ തന്നെ ചൈനീസ് പൗരന്മാരും കൊല്ലപ്പെടുന്ന സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെയെല്ലാം പിന്നിൽ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തന്നെ ഭീകര സംഘടനയുടെ കേന്ദ്രീകരണം അഫ്ഗാനിസ്ഥാനിൽ നടന്നിരിക്കുന്നു എന്നതാണ്. ആ സംഘടനയുടെ പ്രവർത്തനമാണ് ഇതിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വൻതോതിലൊരു വ്യോമാക്രമണം നടത്തിയിരുന്നു. ഈ വ്യോമാക്രമണത്തിലാണ് നേരത്തെ ദേവിക സൂചിപ്പിച്ച 48 താലിബാൻ ഭീകരരുടെ മരണം സംഭവിച്ചത്. അത്തരത്തിലൊരു മരണം സംഭവിച്ചതിന് പ്രതികാരം ചെയ്യുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ താലിബാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. മറ്റൊരു വലിയ ഒരു വിരോധാഭാസം അല്ലെങ്കിൽ ഐറണി എന്ന് തന്നെ പറയാവുന്ന ഒരു വസ്തുത നിലനിൽക്കുന്നത് പാകിസ്ഥാനായിരുന്നു നേരത്തെ താലിബാന് വേണ്ടി അന്താരാഷ്ട്ര ഫോറങ്ങളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തോട് താലിബാനെ സ്വീകാര്യമായ ഒരു സംവിധാനമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ നിലവിൽ ആ പാകിസ്ഥാനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് അടിസ്ഥാനപരമായി താലിബാൻ്റെ ഒരു സ്വഭാവവും അതുതന്നെയാണ്. ഇത്തരത്തിൽ തങ്ങളെ സഹായിച്ചു എന്നുള്ളതൊന്നും പരിഗണിക്കാതെ തീർത്തും ഒരു തീവ്രവാദ സ്വഭാവത്തോടെ രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം താലിബാനുണ്ട്. അതേ സ്വഭാവം പാകിസ്ഥാന് നേരെ താലിബാൻ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ അടുത്ത ദിവസങ്ങളിൽ, അത് ഏതാണ്ട് 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യ ഒരു പ്രത്യേക നിയമം പാസ്സാക്കിയത്. പാകിസ്ഥാനിലെ ഈ താലിബാൻ സംവിധാനങ്ങളെ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നതിനും അതുപോലെ തന്നെ സിറിയയിലെ ഭീകര സംഘടനകളെ അംഗീകരിക്കുന്നതിനുമുള്ള ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് സംബന്ധിച്ചൊരു നിയമം ഡ്യൂമയിൽ പാസ്സാവുകയും ചെയ്തു. ഇത്തരത്തിലൊരു നിയമം കൂടി റഷ്യയുടെ ഭാഗത്തു നിന്ന് പാസ്സാവുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപരോധങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഭീഷണി താലിബാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. ദേവിക. ഓക്കെ.